ഈ വാക്കുകൾ കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഇപ്പൊ പോലീസ് ആർ, പീപ്പിൾ ആർ. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ. ഇതാ കേട്ടോ, പറഞ്ഞുതരാം. ഇപ്പം രാം സെഡ്, ആരോടാണ് പറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ റാം സെഡ് ടു മീ. ആർ നോൺ എന്ന് വെച്ചാൽ അറിയപ്പെടുക. ദേ ആർ നോൺ, ഹി ഈസ് നോൺ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിഗ്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക സീരീസ് ആരംഭിച്ചിരുന്നു. അതിന്റെ ആദ്യത്തെ എപ്പിസോഡ് വളരെ ഗംഭീരമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന്റെ കമന്റ്സ് എല്ലാം ഞാൻ കണ്ടു. ഒരുപാട് ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും രണ്ടാമത്തെ എപ്പിസോഡ് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ചോദ്യങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നിലവാരമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടും. ഓരോ ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും അനുബന്ധമായ കാര്യങ്ങളും പറയാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. ഇതിനകത്ത് PPT ഇല്ലാത്ത കാര്യങ്ങൾ, അനുബന്ധമായിട്ട് പറയുന്ന ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ക്ലാസ് അവസാനം വരെ കാണുക. എല്ലായ്പ്പോഴും എന്തായാലും ക്ലാസ് കണ്ടിട്ട് ഒരു കമന്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യുക. സോ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. രണ്ടാമത്തെ എപ്പിസോഡ് ഡിഗ്രി പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് ഇംഗ്ലീഷ് എപ്പിസോഡ് 2 ആണ്. ദാണ്ടെ ഒന്നാമത്തെ ചോദ്യം, ദ പോലീസ് ഡാഷ് നോ ഐഡിയ. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ദ പോലീസ് ഡാഷ് നോ ഐഡിയ എന്നാണ്. പോലീസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ടോപ്പിക്കിന്റെ പേര് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. പോലീസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആണ്. പോലീസിന്റെ കൂടെ ഒരിക്കലും എസ് ഉള്ള വെർബ് ഒന്നും ഉപയോഗിക്കത്തില്ല. പോലീസ് ഈസ് തെറ്റ്, പോലീസ് ആർ. പോലീസ് ഹാസ് തെറ്റ്, പോലീസ് ഹാവ്. പോലീസ് ഡു, പോലീസ് വെയർ, പോലീസ് സെർച്ച്. എപ്പോഴും പോലീസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എസ് ഉള്ള വെർബ് വരത്തില്ല, ഹാസ് വരില്ല. പിന്നുള്ളത് വില്ലും ഷാളുവാ. വില്ലും ഷാളും ഫ്യൂച്ചറിനെ കാണിക്കുന്നതാണ്. അപ്പം വില്ലും ഷാളും ഇവിടെ ആവശ്യമില്ല. പിന്നുള്ളത് ആൻസർ ഹാവ് ആണ്. അതുകൊണ്ട് പോലീസ് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ പ്രകാരം ആൻസർ ഹാവ് ആണ്. ഇനി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. പീപ്പിൾ, പോലീസ്, കാറ്റിൽ, കാവൽറി, ക്ലർജി. ഈ വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ കുതിരപ്പട്ടാളത്തെയാണ് കാവൽറി എന്ന് പറയുന്നത്. ക്ലർജി എന്ന് പറഞ്ഞാൽ ക്ലർജി സമൂഹം, പുരോഹിത വർഗത്തെയാണ് ക്ലർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്കുകൾ കാണുമ്പോൾ ഒരു വിഭാഗത്തെയാണ് ഈ വാക്കുകൾ കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഇപ്പൊ പോലീസ് ആർ, പീപ്പിൾ ആർ, കാറ്റിൽ ആർ, കവൽറി ആർ, ക്ലർജി ആർ. എപ്പോഴും എസ് ഉള്ള വെർബ് ഇവിടെ കൂടെ ചേരത്തില്ല. ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവയ്ക്ക് ശേഷം പ്ലൂറൽ വെർബ്. ഒരു കാര്യം ഇവിടെ പറയാം. പോലീസ് മാൻ എന്ന് വന്നാൽ സിംഗുലർ ആയിരിക്കും, പോലീസ് മാൻ. അപ്പൊ പോലീസ് മാൻ ഈസ് എന്ന് വരും. ഒരു കാര്യവും കൂടെ, ഇവയുടെ കളക്റ്റീവ് നൗൺ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ ക്രൗഡ് ഓഫ് പീപ്പിൾ ഇങ്ങനെ വരത്തില്ലയോ? എ ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഈസ് ആയിരിക്കും. അതായത് ഈ കളക്റ്റീവ് നൗൺ വരുന്നതുകൊണ്ട് എപ്പോഴും സിംഗുലർ ആയിരിക്കും. എ ഹേർഡ് ഓഫ് കാറ്റിൽ ഈസ് ആയിരിക്കും. എ പോസ് ഓഫ് പോലീസ്മാൻ, അതും പഠിച്ചോ. പോലീസ്മാന്റെ കളക്റ്റീവ് നൗൺ പോസ് ആണ്. എ പോസ് ഓഫ് പോലീസ്മാൻ ഈസ് എന്ന് പറയും. എ പോസ് ഓഫ് പോലീസ്മെൻ ഈസ് എന്ന് പറയും. അപ്പം ഒന്നുകൂടെ പറയാം. പീപ്പിൾ, പോലീസ്, കാറ്റിൽ, കവൽറി, ക്ലർജി ഇവ എല്ലായ്പ്പോഴും പ്ലൂറൽ ആണ്. ഇവയുടെ കൂടെ എസ് ഉള്ള വെർബ് പാടില്ല. ആറും വേറും ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. പോലീസ്മാൻ എന്ന് വന്നാൽ സിംഗുലർ ഉപയോഗിക്കാം. ഈ വാക്കുകളിൽ പലതിന്റെയും കളക്റ്റീവ് നൗൺ എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ പോസ്റ്റ് ഓഫ് പോലീസ്മാൻ, എ ഹേർഡ് ഓഫ് കാറ്റിൽ എന്നൊക്കെ വന്ന് പറഞ്ഞാൽ അത് കൂട്ടത്തോടെ പറയുന്നതുകൊണ്ട് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? സോ രണ്ടാമത്തെ ചോദ്യം, ഒരു ചോദ്യവും ഒരുപാട് കാര്യങ്ങളും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെൻ ഐ സോ മൈ ഓൾഡ് ഫ്രണ്ട് ഐ വാസ് ഡാഷ്. എന്റെ പഴയ സുഹൃത്തിനെ കണ്ടപ്പം എനിക്ക് സന്തോഷമായി എന്ന് പറയും. ഈ വാസ് ഓർ വെയറിന് ശേഷം എന്തു വരും എന്നുള്ളതാണ് ചോദ്യം ഇംഗ്ലീഷിൽ. വാസ് ഓർ വെയറിന് ശേഷം വരാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ ING, അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും, അല്ലെങ്കിൽ V3, അത് പാസീവ് വോയിസ് ആയിരിക്കും. മനസ്സിലായല്ലോ? ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഹി വാസ് വാച്ചിങ്, അവൻ വാച്ച് ചെയ്യുന്നു. ഐ വാസ് ആസ്ക്ഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്നോട് ചോദിച്ചു എന്നാണ്. ആക്റ്റീവും പാസീവും രണ്ടും രണ്ടാണ്. അപ്പം ഇവിടെ എൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ ഐ വാസ് ഡിലൈറ്റിംഗ് എന്ന് വരുവോ, ഐ വാസ് ഡിലൈറ്റഡ് എന്ന് വരുവോ? ഇത് ആക്റ്റീവാ. ആക്റ്റീവ് ഐ വാസ് ഡിലൈറ്റിംഗ് എന്ന് പറയുമ്പം ഞാൻ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ, ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥം വരും. അത് വരത്തില്ല. ഐ വാസ് ഡിലൈറ്റഡ് അത് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ പാസീവ് വോയിസ് ആണ്.
കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം, ഐ വാസ് ഡിലൈറ്റഡ് ബൈ ഹിസ് പ്രസൻസ് എന്നാണ് ഉദ്ദേശിച്ചത്. അയാളുടെ സാന്നിധ്യം ഞാൻ സന്തോഷവാനാക്കപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം പഠിക്കുക, വാസം വേറിന് ശേഷം ഒന്നുകിൽ ING അല്ലെങ്കിൽ V3. ING വരുവാണെങ്കിൽ അതെന്താണ്? ആക്റ്റീവ് വോയിസും, V3 വരുവാണെങ്കിൽ പാസീവ് വോയിസും. ഇപ്പൊ ഐ വാസ് ആസ്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയായിരുന്നു. ഐ വാസ് ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. ഇത് ടെൻസ് ആണ്, പാസീവും കൂടെ ചേർത്ത് ചോദിച്ചിരിക്കുന്നു. ഡിലൈറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പഠിക്കണം, ഹാപ്പി. എ ഡിലൈറ്റ്ഫുൾ പേഴ്സൺ, എ ഡിലൈറ്റ്ഫുൾ സൈറ്റ്, ഇതൊക്കെയാണ് ഫുൾ ചേർത്ത് വരുമ്പോൾ അതിന്റെ എക്സാമ്പിൾ വരുന്നത്. ലൈറ്റ് ട്രാവൽസ് ഡാഷ് ദാൻ സൗണ്ട്, സൂപ്പർ ചോദ്യമാണ്. ടോപ്പിക്കിന്റെ പേര് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. ഫാസ്റ്റർ, മോർ ഫാസ്റ്റ്. ഫാസ്റ്റും ഫാസ്റ്റസ്റ്റും വരത്തില്ല, കാരണം ഇത് കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. ദാൻ വരുമ്പം ഒന്നുകിൽ ഫാസ്റ്റർ അല്ലെങ്കിൽ മോർ ഫാസ്റ്റ്. ആൻസർ എന്താണ്? ഫാസ്റ്റർ എന്നുള്ളപ്പം മോർ ഫാസ്റ്റ് എഴുതേണ്ട കാര്യമില്ല. മോർ എഴുതുന്നത് എപ്പോഴാണ്? മോർ എഴുതുന്നത് എപ്പോഴാണ്? ഇപ്പൊ ഫാസ്റ്റർ ഉണ്ട്, അപ്പൊ മോർ ഫാസ്റ്റ് വേണ്ട. എന്നാൽ ബ്യൂട്ടിഫുള്ളിന് ബ്യൂട്ടിഫുള്ളർ എന്നില്ലാത്തത് കൊണ്ട് മോർ ബ്യൂട്ടിഫുൾ എന്ന് എഴുതുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാൻ ഉള്ളതിനാൽ കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. പക്ഷെ ഇവിടെ ഒരു ചെറിയ കേസ് ഉണ്ട്. രാജു ഈസ് ഓൾഡർ ദാൻ രവി എന്ന് പറയും. അല്ലെങ്കിൽ ഓൾഡർ ദാൻ വേണ്ട, നമുക്കത് മാറ്റാം. രാജു ഈസ് വൈസർ ദാൻ രവി. വൈസിന്റെ വൈസർ ആണല്ലോ. രാജു ഈസ്, വേറൊരു ചോദ്യം കണ്ടു, രാജു ഈസ് മോർ വൈസ് ദാൻ സ്ട്രോങ്. ഇവിടെ ഇങ്ങനെയുള്ള കേസുകളിൽ ഒന്ന് സൂക്ഷിക്കണം. വൈസറും ശരിയാണ്, മോർ വൈസും. ആദ്യത്തെ സെന്റൻസിൽ വൈസർ കമ്പാരറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസിൽ മോർ വൈസ് കമ്പാരറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. സത്യത്തിൽ വൈസിന്റെ കമ്പാരറ്റീവ് ഡിഗ്രി വൈസർ ആണ്. അപ്പൊ വൈസർ ഉള്ളപ്പം മോർ വൈസ് വേണോ? വേണ്ട. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ സെന്റൻസിൽ മോർ വൈസ് ഉപയോഗിച്ചത്? ഒരിടത്ത് ഉപയോഗിക്കാം. എപ്പോഴാണെന്നറിയാമോ? ആ രണ്ട് സെന്റൻസിന്റെ വ്യത്യാസം നോക്കണം. രണ്ടുപേരുടെ ഒരു ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ കേസിലാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകളാണ്. ഇപ്പൊ രാജുവിന്റെയും രവിയുടെ ഒരു ക്വാളിറ്റി, ബുദ്ധി, കമ്പയർ ചെയ്യുമ്പോൾ വൈസർ ദാൻ. എന്നാൽ രാജുവിന്റെ തന്നെ രണ്ട് ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ മോർ ചേർത്തേ പറയാവുള്ളൂ. മോർ വൈസ് ദാൻ സ്ട്രോങ്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്തുവാ ഇവിടെ കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ? സ്ട്രോങ്ങർ, വീക്കർ, വൈസർ എന്നൊക്കെയാണല്ലോ. അപ്പൊ അതുള്ളപ്പം മോർ ചേർത്ത് മോർ സ്ട്രോങ്, മോർ വീക്ക്, മോർ വൈസ് എന്ന് പറയേണ്ട ആവശ്യം നോർമലി ഇല്ല. എന്നാൽ ഒരിടത്ത് രണ്ടും പറയും. എവിടാ? മോർ വൈസ് എന്നും പറയാം, വൈസർ എന്നും പറയാം, സ്ട്രോങ്ങർ എന്നും പറയാം, മോർ സ്ട്രോങ് എന്ന് പറയാം. എപ്പോഴാ? ഈ രണ്ട് കേസുകളിൽ. അതായത് രണ്ടുപേരുടെ ഒരു ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പം വൈസർ ദാൻ, സ്ട്രോങ്ങർ ദാൻ. രാജു ഈസ് സ്ട്രോങ്ങർ ദാൻ രവി, രാജു ഈസ് വൈസർ ദാൻ രവി. എന്നാൽ രാജുവിന്റെ തന്നെ ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റി, ശക്തിയും ബുദ്ധിയും കമ്പയർ ചെയ്യുമ്പോൾ മോർ ചേർത്ത് പറയണം. സീത ഈസ്, നിങ്ങൾ ആൻസർ പറയണം, കമന്റ് ചെയ്യണം ഇതിന്റെ ആൻസർ. സീത ഈസ് ഡാഷ് ദാൻ ഇന്റലിജന്റ്. ചോദ്യം ഇതാണ്, സീത ഈസ് ഡാഷ് ദാൻ ഇന്റലിജന്റ്. സ്മാർട്ടർ ആണോ മോർ സ്മാർട്ട് ആണോ? സ്മാർട്ടർ ആണോ മോർ സ്മാർട്ട് ആണോ? കമന്റ് ചെയ്തിട്ട് തുടർന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാനേജർ ആസ്ക്ഡ് രഘു ടു വെയിറ്റ് ഔട്ട്സൈഡ് ദ റൂം, സോ ഹി ഹാസ് ടു ബി ഡാഷ് ദ റൂം ബട്ട് ഹി മസ്റ്റ് നോട്ട് മൂവ് ഫാർ ഇറ്റ്. സൂപ്പർ ചോദ്യമാണ്, അർത്ഥം മനസ്സിലാക്കുക. ദ മാനേജർ ആസ്ക്ഡ് രഘു ടു വെയിറ്റ് ഔട്ട്സൈഡ് ദ റൂം. മാനേജർ രഘുവിനോട് പറഞ്ഞു റൂമിന്റെ പുറത്ത് നിൽക്കാൻ. സോ ഹി ഹാസ് ടു ബി ഡാഷ് ദ റൂം. അതുകൊണ്ട് അവന് റൂമിന്റെ പുറത്തേക്ക് പോകേണ്ടി വന്നു. പുറത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ ത്രൂ ആണോ, നിയർ ആണോ, ഔട്ട് ഓഫ് ആണോ, ഫ്രം ആണോ, എവേ ആണോ? ഔട്ട് ഓഫ് വരത്തുള്ളൂ. അപ്പം തന്നെ ആൻസർ കിട്ടി. മൂവ് ഔട്ട്, ടു ബി ഔട്ട് ഓഫ് ദ റൂം, അങ്ങനല്ലേ വരത്തുള്ളൂ. റൂമിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. ആദ്യത്തെ ഉത്തരം കിട്ടിയപ്പോൾ തന്നെ ആൻസർ ആയി. ബട്ട് ഹി മസ്റ്റ് നോട്ട് മൂവ് ഫാർ ഫ്രം ഇറ്റ്. ഫ്രം ഇറ്റ് ആദ്യത്തെ കിട്ടിയപ്പോൾ തന്നെ ആൻസർ ആയി. അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ചോദ്യങ്ങൾ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസാ രണ്ടെണ്ണം വരുന്നത്. പ്രിപ്പോഷൻ ആണ്. ചോദ്യം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? പ്രിപ്പോഷൻ ആണ്. നിങ്ങൾക്ക് സംശയം കാണും, നാട്ടെ നോക്ക്. ഔട്ട് ഓഫും ഫ്രമും ആണ്. റൂമിന്റെ വെളിയിൽ, റൂമിൽ നിന്ന് എന്നീ അർത്ഥത്തിൽ. റൂമിന്റെ വെളിയിൽ, റൂമിൽ നിന്ന് എന്നീ അർത്ഥത്തിലാണ്. കണ്ടോ? റൂമിന്റെ വെളിയിലേക്ക് പോയി, റൂമിൽ നിന്ന്. ബട്ട് ഹി മസ്റ്റ് നോട്ട് മൂവ് ഫാർ ഫ്രം ഇറ്റ്. ഒരുപാട് ദൂരെ പോയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നെക്സ്റ്റ്, അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആലീസ് ഡാഷ് ദാറ്റ് ഷീ ലൈക്ഡ് ഫ്രൂട്ട്സ് വിത്ത് ഐസ്ക്രീംസ്. ആലീസ് ഡാഷ് ദാറ്റ്. ഇപ്പം
ഈ സാധാരണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ടോക്ഡ്, സ്പോക്ക്, ഡിസ്ക്രൈബ്ഡ്, റിപ്ലൈഡ് എന്നൊക്കെ കാണുമ്പോൾ ഈ ദാറ്റ് കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോണം. പറഞ്ഞു എന്നാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്? റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് വരാൻ സാധ്യതയുള്ളത് സെഡ് ദാറ്റ്, ടോൾഡ് മീ ദാറ്റ്, മീ ഉണ്ടായിരുന്നെങ്കിൽ ടോൾഡ്, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ടോൾഡ് മീ ദാറ്റ്. പിന്നെ വരാൻ സാധ്യതയുള്ളത് മറുപടി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ എന്താണ് റിപ്ലൈഡ് ദാറ്റ്. റിപ്ലൈഡിന് ശേഷവും ദാറ്റ് ഉപയോഗിക്കണം. റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെ ഉള്ളതാണ് റിപ്ലൈഡ് ദാറ്റ്. ഒരാൾ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഒരു ഉത്തരം പറയുമ്പോൾ റിപ്ലൈഡ് ദാറ്റ് എന്ന്, അവിടെ സെഡ് ദാറ്റ് എന്ന് പറയത്തില്ല. ആൻസർ ടോക്ഡ് ദാറ്റ് ആണോ, സ്പോക്ക് ദാറ്റ് ആണോ, ഡിസ്ക്രൈബ്ഡ് ആണോ, റിപ്ലൈഡ് ആണോ? ആൻസർ റിപ്ലൈഡ് ദാറ്റ്. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സാധാരണ റിപ്പോർട്ടിംഗ് വെർബ് ദാറ്റ് ചേർക്കുന്നത് സെഡ് ദാറ്റ്, ടോൾഡ് മീ ദാറ്റ്, ഇങ്ങനെയാണ്. അറിയാമല്ലോ സ്റ്റേറ്റ്മെന്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. പിന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ചേർക്കും, അതറിയാമല്ലോ. ഹി എക്സ്ക്ലൈംഡ് ദാറ്റ്, രണ്ടിടത്താണ് ദാറ്റ് ഉപയോഗിക്കുന്നത്. അസർട്ടീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും. ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കും. ഹൂ, അത് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ ഒരെണ്ണം ഉണ്ട്, ഏതാ? യെസ് ഓർ നോ ക്വസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. ഇമ്പരറ്റീവ് സെന്റൻസ് ആയ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ഇവയെ റിപ്പോർട്ട് ചെയ്യുമ്പം ടു ആണ് ഉപയോഗിക്കുന്നത്. പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്ലൈഡ് ദാറ്റ്. ഐ ലൈക്ക് ഫ്രൂട്ട് വിത്ത് ഐസ്ക്രീം എന്ന ആലീസിന്റെ മറുപടിയുടെ റിപ്പോർട്ടഡ് സ്പീച്ച് ആയതുകൊണ്ട് റിപ്ലൈഡ് ദാറ്റ് ഹി ലൈക്ഡ് ഫ്രൂട്ട് വിത്ത് ഐസ്ക്രീം എന്ന് പറഞ്ഞിരിക്കുന്നു. പോളിഗ്രാഫ് ടെസ്റ്റ്. പോളിഗ്രാഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പോളിഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ നുണ പരിശോധന. ടെസ്റ്റ് ഡാഷ് അക്സെപ്റ്റഡ് ഇൻ കോർട്ട് കേസസ്. കോടതി കേസുകളിൽ അക്സെപ്റ്റഡ് ആണ്. ഹാവ് ബീൻ അക്സെപ്റ്റഡ് ആണോ, വിൽ ഹാവ് അക്സെപ്റ്റഡ് ആണോ, വെയർ യൂസ്ഡ് അക്സെപ്റ്റഡ് ആണോ, ആർ നോൺ അക്സെപ്റ്റഡ് എന്നാണോ? നല്ലൊരു ചോദ്യമാണ്. പോളിഗ്രാഫ് ടെസ്റ്റ് ഹാവ് ബീൻ അക്സെപ്റ്റഡ് എന്നാണോ? ടെസ്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ബീൻ വരാം. പിന്നുള്ളത് വിൽ ഹാവ് അക്സെപ്റ്റഡ് ഇൻ കോർട്ട് കേസ്. വിൽ ഹാവ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കേസ് ആണ്. എന്താണ്? ഫ്യൂച്ചർ കേസ് ആണ്. അപ്പൊ ഈ വിൽ ഹാവ് വരുന്ന കേസ് ഒന്ന് പറഞ്ഞുതരാം. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ ലെറ്റർ. ഐ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഈ സെന്റൻസിന്റെ അർത്ഥം പഠിച്ചാൽ ഇതിന്റെ യൂസ് മനസ്സിലാവും. ഐ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്ന് പറഞ്ഞ അർത്ഥം ഞാനൊരു ലെറ്റർ എഴുതി കഴിഞ്ഞിരിക്കും. ഇവിടെ ആ അർത്ഥം വരുമോ? പോളിഗ്രാഫ് ടെസ്റ്റ് വിൽ ഹാവ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഗ്രാഫ് ടെസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്തപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഫ്യൂച്ചറിൽ എവിടെയോ നടക്കാൻ പോകുന്ന കാര്യമായിട്ടാണ്. അതുകൊണ്ട് വിൽ ഹാവ് ഒഴിവാക്കാം. പിന്നുള്ളത് വെയർ യൂസ്ഡ്, അങ്ങനെ ഒരു പ്രയോഗം ഇല്ല. പിന്നുള്ളത് ആർ നോൺ. ആർ നോണും ഇവിടെ വരേണ്ട കാര്യമില്ല. ആർ നോൺ എന്ന് വെച്ചാൽ അറിയപ്പെടുക. ദേ ആർ നോൺ, ഹി ഈസ് നോൺ, അറിയപ്പെടുക എന്നാണ് അർത്ഥം. അപ്പം പിന്നെ ആൻസർ ഹാവ് ബീൻ അക്സെപ്റ്റഡ്. ഹാവ് ബീൻ എന്ന് പറയുമ്പം ഏതാ? പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് ഫോമാ. കോർട്ട് കേസുകളിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോളിഗ്രാഫ് ടെസ്റ്റ്. അപ്പൊ ദേ ഹാവ് അക്സെപ്റ്റഡ് പോളിഗ്രാഫ് ടെസ്റ്റ് എന്നുള്ളതിനെ തിരിച്ചിട്ട് പാസീവ് ആക്കിയിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ അക്സെപ്റ്റഡ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദേ ഹാവ് അക്സെപ്റ്റഡ് പോളിഗ്രാഫ് ടെസ്റ്റ് ഇൻ കോർട്ട് കേസസ്. അതിനെ പാസീവ് ആക്കി എഴുതിയിരിക്കുകയാണ്. പോളിഗ്രാഫ് ടെസ്റ്റ് ഹാവ് ബീൻ അക്സെപ്റ്റഡ് ഇൻ കോർട്ട് കേസസ്. ബൈ ദം എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് ബീൻ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെയർ ഈസ് റോങ്? നമുക്ക് നോക്കാം. തെറ്റേത്? ഗ്ലാസ്, ഗ്ലാസസ്. ഗ്ലാസിന്റെ പ്ലൂറൽ ആണ് ഗ്ലാസസ്. ശരി, സിംഗുലറും പ്ലൂറലും. ഇത് സിംഗുലർ, ഇത് പ്ലൂറൽ. ലയൺ, ലയണസ്. തെറ്റാ. ലയണിന്റെ ജെൻഡറാ. ഈ ലയൺ എന്ന് പറഞ്ഞാൽ മസ്കുലിനും ലയണസ് എന്ന് പറഞ്ഞാൽ ഫെമിനിനും. അപ്പൊ അതല്ല. ലീഫ്, ലീവ്സ്. ലീഫിന്റെ സിംഗുലറും പ്ലൂറലും. വോൾഫ്, വോൾസ്. വോൾഫ് ചെന്നായിയുടെ സിംഗുലറും പ്ലൂറലും. ചുരുക്കി പറഞ്ഞാൽ ഇത് മാത്രം മസ്കുലിനും ഫെമിനിനും, ബാക്കിയല്ല സിംഗുലറും പ്ലൂറലും. പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത് ഓഡ് വൺ കണ്ടുപിടിക്കാനാ. റോങ്. ഇപ്പൊ ലയൺ, ലയണസ് ആണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇത് മസ്കുലിൻ ഫെമിനിൻ ജെൻഡർ ആണ്, ബാക്കിയെല്ലാം സിംഗുലറും പ്ലൂറലും ആണ്. അപ്പം വോൾഫിന്റെ വോൾസ്, ലയണിന്റെ ലയണസ്. ലയണെന്നും പറയാറുണ്ട് കേട്ടോ ഇപ്പം. ഓദർ, ഓദറസ് എന്നും പറയും, ഓദർ എന്നും പറയും. പൊയറ്റ്, പൊയറ്റസ് എന്നും പറയും, പോയറ്റ് എന്നും പറയും. അതായത് പോയറ്റിന് രണ്ട് പിന്നെ പ്ലൂറൽ ഉണ്ട്. പോയറ്റിന് രണ്ട് ജെൻഡർ ഉണ്ട്. പോയറ്റ് ആണുങ്ങളെ പോയറ്റ് എന്ന് പറയുമെങ്കിൽ പെണ്ണുങ്ങളെ പോയറ്റ് എന്ന് പറയാം. കവി എന്ന് തന്നെ പറയാം. പോയറ്റസ് എന്നും പെണ്ണുങ്ങളെ മാത്രം പറയാം. അപ്പൊ രണ്ട് ജെൻഡർ ഉണ്ട്, ഫെമിനിൻ ജെൻഡർ. പോയറ്റും പോയറ്റസും ഫെമിനിൻ ജെൻഡർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഓദർ, ഓദറസും ഉണ്ട്, ഓദറും ഉണ്ട്. പഠിച്ചു വെച്ചോണം. അതുപോലെ വാക്കാ ലയൺ. രണ്ട് സിംഹത്തെയും ലയൺ എന്ന് വിളിക്കാം. നെക്സ്റ്റ്, the orphanage could not have been constructed without the efforts of the altruist. ആ ആൾട്രൂയിസ്റ്റിന്റെ സഹായമില്ലാതെ ആ ഓർഫണേജ് നിർമ്മിക്കാൻ കഴിയില്ലായിരുന്നു. ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞാൽ പരോപകാരി, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന, ഈഗോ ഇല്ലാത്ത ആളെയാണ് ആൾട്രൂയിസ്റ്റ്. ഹു ഹെൽപ്ഡ് ഇൻ ഹിസ് സ്പെയർ ടൈം. അയാൾ ഒരുപാട് സഹായിച്ചു.
ഫൈൻഡ് ഔട്ട് ദ അന്റോണിം ഓഫ് ദ ഇറ്റാലിയസ്റ്റ് വേർഡ്. ഇറ്റാലിയസ്റ്റ് വേർഡ് ആൾട്രോയിസ്റ്റാ. ആൾട്രോയിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഹ്യൂമാനിറ്റേറിയൻ അല്ല, അത് അതിന്റെ സെയിം മീനിങ് ആയിട്ട് വരും. ഫേമസ് അല്ല, ഫേമസ് എന്ന് വെച്ചാൽ ഒരുപാട് ഫേമസ് ആയ. ഫിലാൻഡ്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹിയാണ്, വേണമെങ്കിൽ പറയാം, പക്ഷെ അല്ല, പരോപകാരി എന്നാണ് അർത്ഥം ആൾട്രോയിസ്റ്റ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആള്. അപ്പൊ ആൻസർ ഈഗോയിസ്റ്റ്, ഓപ്പോസിറ്റ് ആണ്. ആൾട്രോയിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഈഗോയിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിലാൻത്രോപ്പിസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? മിസാൻത്രോപ്പിസ്റ്റ്. ഫിലാൻത്രോപ്പിസ്റ്റിന്റെ ഓപ്പോസിറ്റ് മിസാൻത്രോപ്പിസ്റ്റ് എന്ന് പറയും. എന്തോ പറയും? മിസാൻത്രോപ്പിസ്റ്റ്. ഈ ആന്ത്രോ എന്ന് പറയുന്ന വാക്ക് ഒന്ന് ഓർത്തു വെച്ചോ, കുറെ വാക്ക് കിട്ടും. ആന്ത്രോ എന്ന് പറയുന്ന ഫോറിൻ വേർഡിന്റെ അർത്ഥം പീപ്പിൾ, ജനങ്ങൾ എന്നാണ്. അപ്പൊ ഈ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിനകത്ത് എല്ലാം ആന്ത്രോ ഉണ്ട്. ആന്ത്രോഫോബിയ, ജനങ്ങളെ ഭയം, ജനക്കൂട്ടത്തെ ഭയം, ഫിയർ ഓഫ് പീപ്പിൾ. ഫിലാൻത്രോപ്പിസ്റ്റ് ആന്ത്രോ ഉണ്ട്. വൺ ഹു ലവ്സ് പീപ്പിൾ, ജനങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ, മാൻകൈൻഡിനെ ഇഷ്ടപ്പെടും. മിസാൻത്രോപ്പിസ്റ്റ്, വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. മനസ്സിലായോ? ആന്ത്രോപോളജി, ആന്ത്രോപോളജി എന്തുവാ? ആന്ത്രോപോളജി, സ്റ്റഡി അബൌട്ട് മാൻകൈൻഡ്, മനുഷ്യരാശിയെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഒരു വാക്ക് കണ്ടോ, ആന്ത്രോയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഫിലാൻത്രോപ്പിസ്റ്റ്, മിസാൻത്രോപ്പിസ്റ്റ്, ആന്ത്രോഫോബിയ, ആന്ത്രോപോളജി. ഇനിയും വരാം, ഞാൻ കൂടുതൽ പറഞ്ഞ് ഞങ്ങളെ കുളവാക്കുന്നില്ല, കുറച്ചിരിക്കട്ടെ. ഈഗോയിസ്റ്റ്, ആൾട്രോയിസ്റ്റ്. ഇറ്റ് ഹാസ് ബീൻ എ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്. കോൺട്രവേഴ്സ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? വിവാദപരമായ ടോപ്പിക്. വെദർ ഡാഷ് ഷീ ഡാഷ് ഷുഡ് ബി മേഡ് ലീഗൽ ഓർ നോട്ട്. അതായത് ഇതിനകത്ത് ഒരു വാക്ക് ലീഗലായിട്ട് അല്ലെങ്കിൽ അല്ലാതെയോ ചെയ്യണം എന്നുള്ളത് ഒരു വിവാദപരമായ ടോപ്പിക്കാണ്. എന്ന് പറഞ്ഞാൽ ദയാവധം എന്നുള്ള അർത്ഥമാണ്. ഈ ചോദ്യത്തിലൊരു കംപ്ലീറ്റ്നെസ് ഇല്ല, അത് ഈ വാക്ക് ചേർക്കുമ്പോഴേ ചേർക്കാൻ പറ്റും. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാട്. ഇത്രയേ ഉള്ള സംഭവം. ലീഗലാക്കണോ വേണ്ടയോ ദയാവധം, അതിപ്പോ ഒരു വലിയ ചർച്ചയാണ്. ലീഗലാക്കാണെന്ന് കുറെ പേര് പറയുന്നു, ലീഗലാക്കണ്ടെന്ന് പറയുന്നു. അപ്പം ദയാവധം എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഇതെല്ലാം സൂപ്പർ വാക്കുകളാണ്. അനസ്തേഷ്യ അറിയാമല്ലോ, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മയക്കുമരുന്ന്. ബ്ലാസ്ഫമി, ദൈവനിന്ദ, ദൈവനിന്ദ, ദൈവത്തെ പുച്ഛിക്കുക, ഡെസ്പീസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയും. മിലിറ്റിയ എന്ന് പറഞ്ഞാൽ മിലിറ്ററി പവറാണ്, പട്ടാളക്കാരുടെ പവറാണ്. യുദ്ധാനസ്യ മീൻസ് മേഴ്സി കില്ലിങ്, മേഴ്സി കില്ലിങ്, ദയാവധം. അപ്പൊ ആൻസർ ഇതാണ്. കണ്ട, ഇതെല്ലാം പഠിച്ചോണം. നെക്സ്റ്റ്, ബ്ലാസ്ഫമി ചോദിച്ചതാ. ഡേവിഡ് വർക്ക്ഡ് ഹാർഡ് ടു കീപ് ദ വോൾ ഫ്രം ദ ഡോർ. കീപ്പ് എ വോൾ ഫ്രം ദ ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡേവിഡ് ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടത് വോൾഫിനെ ഡോറിൽ നിന്നും ഒഴിവാക്കി നിർത്താനാണ് എന്ന് പറഞ്ഞ അർത്ഥം. ചെന്നായെ ഓടിക്കാനൊന്നല്ല. വോൾഫ് എന്ന് പറയുന്നത് ഹംഗ്രിയുടെ പ്രതീകമായിട്ടാണ് ഇംഗ്ലീഷുകാർ കാണുന്നത്, വിശപ്പിന്റെ. അപ്പം ദാരിദ്ര്യമാണ്, ദാരിദ്ര്യം ഇല്ലാതാക്കുക. കീപ് ഡേഞ്ചേഴ്സ് അവേ അല്ല, കീപ് ഡോഗ്സ് അവേ അല്ല, എസ്കേപ്പ് ഫ്രം പോവർട്ടി, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക. റോബേഴ്സ് അല്ല, റോബേഴ്സ് എന്ന് പറഞ്ഞാൽ കൊള്ളക്കാര്. റോബേഴ്സ്, കൊള്ളക്കാരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേര് ഗ്യാങ് എന്നാണ്. എന്താ വിളിക്കുന്നത്? ഗ്യാങ്. ഗ്യാങ് ഓഫ് റോബേഴ്സ്, കള്ളന്മാര്, കൊള്ളക്കാര്, തടവുകാര്. പഠിച്ചു വേണം, കൊള്ളാത്ത കുറച്ച് ആൾക്കാരുടെ ഗ്രൂപ്പ്. ഗ്യാങ് ഓഫ് തീവ്സ്, ഗ്യാങ് ഓഫ് റോബേഴ്സ്, ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ്, ഇതിനെല്ലാം ഗ്യാങ് എന്നാണ് വിളിക്കുന്നത്. ജോലിക്കാരെയും ഗ്യാങ് എന്ന് വിളിക്കും. ഗ്യാങ് ഓഫ് വർക്ക്മെൻ, അവർ മോശം ആൾക്കാരല്ല എങ്കിലും അവരെയും വിളിക്കും ഗ്യാങ് ഓഫ് വർക്ക്മെൻ എന്ന് വിളിക്കും. അതൊന്ന് എഴുതി വെച്ചു. ഗ്യാങ് ഓഫ് തീവ്സ്, ഗ്യാങ് ഓഫ് റോബേഴ്സ്, ഗ്യാങ് ഓഫ് വർക്ക്മെൻ, പിന്നെന്താണ്? ഗ്യാങ് ഓഫ് തീവ്സ്, പ്രിസണേഴ്സ്. പഠിച്ചു വെക്ക്. അപ്പം കീപ് ദ വോൾഫ് അവേ ഫ്രം ദ ഡോർ എന്ന് പറഞ്ഞ അർത്ഥം എസ്കേപ്പ് ഫ്രം പോവർട്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കുക, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക. 11ാമത്തെ ചോദ്യം. വി ഷാൾ ഗോ ഫോർ എ വാക്ക് വെൻ ഇറ്റ് ഡാഷ് റെയിനിങ്. മഴ ഇല്ലാതാകുമ്പോൾ നമുക്കൊന്ന് നടക്കാൻ പോകണം. ഫ്യൂച്ചർ ആണ്. നിങ്ങൾ പലർക്കും സംശയം വരും, ഷാൾ ഗോ ഫ്യൂച്ചർ ആണെന്ന് അറിയാത്ത ആരും ഈ ക്ലാസ്സിൽ ഇരിപ്പില്ലല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയോ, ഇപ്പൊ 2 ക്ലോസ് ഉള്ള ഒരു സെന്റൻസ് തന്നിട്ട് ടെൻസ് എഴുതാൻ പറയുമ്പം പാസ്റ്റ് ആണെങ്കിൽ, ആദ്യത്തെ ക്ലോസിൽ തന്നിരിക്കുന്ന പാസ്റ്റ് ആണെങ്കിൽ ഇനി വരുന്ന എല്ലായിടത്തും പാസ്റ്റ് ആയിരിക്കും, അത് ഉറപ്പാ. ഇപ്പം വാക്ക്ഡ്, അപ്പൊ അപ്പുറത്ത് വാസ് റെയിനിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് മാത്രമേ വരത്തുള്ളൂ, എന്ത് വരത്തില്ല? പ്രസന്റും ഫ്യൂച്ചറും വരത്തില്ല. എന്നാൽ ഫ്യൂച്ചർ ആണെങ്കിൽ ഉറപ്പായിട്ടും മറ്റേ ക്ലോസ് പ്രസന്റ് ആയിരിക്കും. അതെപ്പോഴും അങ്ങനെ. ഇഫ് ക്ലോസ് നമ്മൾ പഠിച്ചില്ലയോ? ഇഫ് യു വർക്ക് യു വിൽ പാസ്. ആദ്യം യു വിൽ പാസ് ഫ്യൂച്ചറാ, അപ്പം ഇഫ് യു വർക്ക് പ്രസന്റാ. പഠിച്ചോണം, പാസ്റ്റ് വരുത്തില്ല. ആ ഒറ്റ അറിവ് മതി. ഫ്യൂച്ചർ വന്നാൽ പ്രസന്റ്, പാസ്റ്റ് വരുത്തില്ല. പ്രസന്റ് വന്നാൽ ഫ്യൂച്ചർ. അങ്ങനെ പഠിച്ചാൽ സ്റ്റോപ്പ്ഡ് വരുത്തില്ല. പിന്നെ സ്റ്റോപ്പും ഉണ്ട്, സ്റ്റോപ്സും ഉണ്ട്.
സ്റ്റോപ്പിങ് ING മാത്രമായിട്ട് വരത്തില്ല, ഈസാമാർ വേണം. അപ്പം ഇറ്റ് ഡാഷ് റെയിനിങ്, ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് സ്റ്റോപ്സ്, ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് സ്റ്റോപ്സ്, സിംഗുലർ വെർബിന്റെ കൂടെ ഉപയോഗിക്കുന്നു. ദ ബർഗ്ലേഴ്സ് എന്റേർഡ് ദ ഹൗസ് ഡാഷ് ദ ഓണേഴ്സ് ആബ്സെന്റ്. സൂപ്പർ ചോദ്യമാണ്. ടോപ്പിക്കിന്റെ പേര് പ്രിപ്പോസിഷൻ. ഇൻ ദ ഓണേഴ്സ് ആബ്സെന്റ് ആണോ, ഓൺ ദ ഓണേഴ്സ് ആബ്സെന്റ് ആണോ, ആഫ്റ്റർ ദ ഓണേഴ്സ് ആബ്സെന്റ് ആണോ, വൈലാണ്? ഇതൊന്നും വരത്തില്ല. ഡ്യൂറിങ് ആണ് പ്രിപ്പോസിഷൻ. ഒരു കാലയളവിനുള്ളിൽ ഒരു പ്രവൃത്തി നടന്നു എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നു. പണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഹീ കാൾഡ് മീ, എല്ലാരും തെറ്റിച്ചതാ. ഹീ കാൾഡ് മീ ഡാഷ് മൈ ആബ്സെൻസ്, അവൻ എന്നെ വിളിച്ചു ഞാൻ ഇല്ലാത്ത സമയത്ത്. അപ്പൊ എല്ലാരും എഴുതി വെച്ച് ഇൻ മൈ ആബ്സെൻസ് എന്ന് എഴുതി വെച്ചു. തെറ്റായിരുന്നു. ഓപ്ഷനകത്ത് ഡ്യൂറിങ് ഉണ്ടായിരുന്നു. ഡ്യൂറിങ് മൈ ആബ്സെൻസ് എന്നാണ് ആൻസർ വരുന്നത്. എന്തുകൊണ്ട്? ആ കാലയളവിനുള്ളിൽ നടന്ന പ്രവൃത്തിയാണ്. ആ സമയത്ത് എന്റെ ആബ്സെൻസിലാണ് അവൻ വിളിച്ചത്. ചന്ദ്രഗുപ്ത റെയിൻഡ് ഡ്യൂറിങ് ദ ചന്ദ്രഗുപ്ത ലിവ്ഡ് കാളിദാസ ലിവ്ഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ചന്ദ്രഗുപ്ത. ചന്ദ്രഗുപ്തന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഇപ്പൊ ഡ്യൂറിങ് എന്നാണ് പറയുന്നത്. ഹി കാൾഡ് മീ ഡ്യൂറിങ് മൈ ആബ്സെൻസ്, എന്റെ അസാന്നിധ്യത്തിൽ വിളിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു മസ്റ്റ് അറ്റൻഡ് ഡാഷ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്. യു മസ്റ്റ് അറ്റൻഡ് ഡാഷ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്. അറ്റൻഡിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണോ, ഓൺ ആണോ, ടു ആണോ, ഫോർ ആണോ? യു മസ്റ്റ് അറ്റൻഡ് ഡാഷ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്. അറ്റൻഡ്, ലിസൺ ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നത് ടു ആണ്. ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ്, അറ്റൻഡ് ടു ദ ഇൻസ്ട്രക്ഷൻ. അറ്റൻഡിന് ശേഷം ഉപയോഗിക്കുന്നത് ടു ആണ്. ആൻസർ ടു. പഠിച്ചു വെക്കുക. വേർഡ്സ് അലോങ് വിത്ത് പ്രിപ്പോസിഷൻ എന്ന് പറയും. 14ാമത്തെ ചോദ്യം, വി ഹാവ് പ്ലെന്റി ഓഫ് ടൈം. ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോം ഓക്സിലറി വെർബ് പ്ലസ് പ്രോനൗൺ ഓഫ് ദ സബ്ജക്ട് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ്. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്, ഹാവ്. ഹാവ് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഹാവിൻഡ്. വി വന്നിരിക്കുന്നു, അതുകൊണ്ട് വി തന്നെ പ്രോനൗൺ ആണ്. ആൻസർ ഹാവിൻഡ് വി എന്ന് പറയും. ക്വസ്റ്റ്യൻ ടാഗിന്റെ ബാക്കി റൂള് പറ. ലെറ്റസ് വന്നാൽ ഷാൾ വി, പ്ലീസ് ലെറ്റസ് വന്നാൽ വില്ല് യു. എഴുതി വെച്ചോണം. ലെറ്റസ് എന്ന് വന്നാൽ ഷാൾ വി, പ്ലീസ് ലെറ്റസ് എന്ന് പറഞ്ഞാൽ വില്ല് യു. പഠിക്കാം. യൂസ്ഡ് ടു സഹായക്രിയായിട്ട് വന്നാൽ ഡിഡിൻഡ്. ആൻസറിൽ ഡിഡിൻഡ് എഴുതി വെക്കണം, എഴുതി വെക്കുക. യൂസ്ഡ് ടു വന്നാൽ ഡിഡിൻഡ് പഠിച്ചു വെക്കുക. ഓക്കെ. അയാം വന്നാൽ പോസിറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ ഐ, നെഗറ്റീവ് ആണെങ്കിൽ ആമൈ. അയാം ബിസി, ആറിൻ്റെ ഐ. അയാം നോട്ട് ബിസി, ആമൈ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് റോങ്? എവിടെയാണ് തെറ്റ്? ഡു യു തിങ്ക് ഹി ഈസ് ഗെറ്റിംഗ് മോർ വൾസർ ഡേ ബൈ ഡേ? സിമ്പിൾ ചോദ്യം. വൾസർ എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ഡിഗ്രിയാ വൾസിന്റെ, അല്ലയോ? അല്ലല്ല, വൾസ് കമ്പാരറ്റീവ് ഡിഗ്രിയാ ബാഡിന്റെ. ഇങ്ങനല്ലേ വരുന്നേ? വൾസർ എന്നൊരു വാക്കില്ല. ബാഡ്, വൾസ്, ഫസ്റ്റ്, ഇതല്ലയോ കറക്റ്റ്? അപ്പൊ ഇത് പോസിറ്റീവ്, ഇത് കമ്പാരറ്റീവ്, ഇത് സൂപ്പർലേറ്റീവ്. വൾസ് കമ്പാരറ്റീവാ. അപ്പം വൾസ് എന്ന് മതി. ഇവിടെ രണ്ട് തെറ്റുണ്ട്. വൾസർ എന്നും കൊടുത്തിട്ടുണ്ട്, മോർ. എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത്? മോർ വൾസ് ദാൻ എന്ന് പറയണ്ട. ഡു യു തിങ്ക് ഹി ഈസ് ഗെറ്റിംഗ് വൾസ് ദാൻ ഡേ ബൈ ഡേ? വൾസ് ഡേ ബൈ ഡേ. മോർ വൾസ് എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ. വൾസ് എന്ന് പറയുന്ന കമ്പാരറ്റീവ് ഡിഗ്രി, അതുകൊണ്ട് തെറ്റ്. മോർ വൾസർ ആണ് തെറ്റ്. ഇവിടെ വെറും വേഴ്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ്. ഇതാണ്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. വൾസ് ആണ് ശരി. ബാഡ്, വൾസ്, വേസ്റ്റ്. വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് റോങ്? കൊൽക്കത്ത ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ റിവർ ഹൂഗ്ലി. ടോപ്പിക്കിന്റെ പേര് ടെൻസ് ആണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റും വരും. ഒരു ഫാക്ട് പറയുമ്പം സിമ്പിൾ പ്രസന്റ് പറഞ്ഞാൽ മതി. ഈ സ്റ്റാൻഡിങ് എന്ന് പറയേണ്ട കാര്യമില്ല. കൊൽക്കത്ത സ്റ്റാൻഡ്സ്, അങ്ങനാണ്. അവിടെ ഒരു തെറ്റ്. ബാക്കി ശരിയാ. റിവറിന്റെ മുമ്പിൽ ദാ ചേർത്തിട്ടുണ്ട്. ദ റിവർ ഹൂഗ്ലി, H ക്യാപിറ്റൽ ആണ്. അപ്പൊ അവിടെ തെറ്റൊന്നുമില്ല. കറക്റ്റ്. കൊൽക്കത്ത സ്റ്റാൻഡ്സ്. അപ്പൊ ഇതാണ് തെറ്റ്. സ്റ്റാൻഡിങ് എന്ന് പറയുന്നതാണ് തെറ്റ്. സിമ്പിൾ പ്രസന്റ്. ഫാക്ട് പറയുമ്പോൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് പറയാം. എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. സച്ചിൻ ഈസ് എ ഗ്രേറ്റ് ക്രിക്കറ്റർ. സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അന്റോണിം ഓഫ് പ്രെഡിസിസർ? മുൻഗാമി. നമുക്ക് മുന്നേ ഭരിച്ചവർ അല്ലെങ്കിൽ മുന്നേ ഗമിച്ചവർ. മുൻഗാമി, പ്രെഡിസിസർ. കം ബിഫോർ, നമുക്ക് മുമ്പ് വന്നവർ. കം ആഫ്റ്റർ എന്ന് പറയുമ്പോൾ സക്സസർ. എന്തുവാ? സക്സസർ എന്നാണ് പറയുന്നത്. പ്രെഡിസിസറിന്റെ ഓപ്പോസിറ്റ് സക്സസറാ. പഠിച്ചു വെച്ചോണം. ഡിസെൻഡന്റിന്റെ ഓപ്പോസിറ്റ് ആൻസിസ്റ്റർ. കണ്ടോ? ഡിസെൻഡന്റും ഇത് തന്നെ. ഡിസെൻഡന്റ്, ആൻസിസ്റ്റർ, മുൻഗാമി, ഡിസെൻഡന്റ്, പിന്നെ ഈ സാധാരണ ഈ രാജാക്കന്മാരെയാണ് പ്രെഡിസിസറും സക്സസറും ഉപയോഗിക്കുന്നത്.
ആൽബർട്ട് രാജാവിന്റെ അടുത്ത സക്സസർ, അടുത്ത അവകാശി എന്ന് പറയുമ്പം പ്രെഡിസിസർ മുന്നിൽ ഭരിച്ചവൻ, സക്സസർ ശേഷം ഭരിക്കുന്നവൻ. അതുപോലെ തന്നെ മുൻഗാമി ആൻസിസ്റ്ററും ഡിസെൻഡന്റ് പിൻഗാമി ശേഷം വന്നവരും. മോഹൻലാലിന്റെ ഒരു സിനിമയുടെ പേരല്ലേ പിൻഗാമി? ഓക്കെ, സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണെന്ന് പറയത്തില്ല, ഒരു ആക്ഷൻ പടമാണ് പിൻഗാമി. നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കും. റിപ്പോർട്ടഡ് സ്പീച്ച്, വിച്ച് കൺട്രി ഡു യു കം ഫ്രം? സൂപ്പർ ചോദ്യമാണ്. വിച്ച് കൺട്രി ഡു യു കം ഫ്രം? വേണ്ടേ, ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. റാം ആസ്ക്ഡ്, സെഡ് ആസ്ക്ഡ് ആയിട്ട് മാറും. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് വിച്ച് കൺട്രി, കൺട്രിയും കൂടെ ചേർത്ത് എഴുതിക്കോ. വിച്ച് കൺട്രി, ക്വസ്റ്റ്യൻ വേർഡിനകത്തുള്ളതാ വിച്ച് കൺട്രി. പിന്നെ ഡു യു കം ഫ്രം, ഈ ഡു വരുമ്പോൾ ചെയ്യേണ്ട, ഡൂൺ ഡസും വരുമ്പോൾ ചെയ്യേണ്ട പണി ഞാൻ പറഞ്ഞുതരാം. അതില്ലെന്ന് വിചാരിക്കണം. ക്വസ്റ്റ്യനകത്ത് ഡൂൺ ഡസും വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, എളുപ്പമാണ്. ക്വസ്റ്റ്യനകത്ത് ഡൂൺ ഡസും വന്നാൽ ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയിട്ട് ആ ഡു അവിടെ ഇല്ലെന്ന് വിചാരിക്കണം. വിചാരിച്ച് പിന്നെ നേരെ അങ്ങ് റിപ്പോർട്ട് ചെയ്യണം. യു തിരിച്ചിട്ടുണ്ട, യു എന്തോ ആവും? ഹി. എന്നോടാ ചോദിച്ചേ. സെഡ് രാം ആസ്റ്റ്, ആരോടാന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ എന്നോടായിരിക്കും. ആരോടാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ മീ എടുക്കണം. മീ ആകുമ്പോ ഐ. കമ്മിനെ പാസ്റ്റ് ആക്കണം. കം എല്ലാ പ്രസന്റൻസുകളും പാസ്റ്റ് ആക്കണം. കെയിം ഫ്രം. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ. ഇതാ കേട്ടോ, പറഞ്ഞുതരാം. അപ്പം രാം സെഡ്, ആരോടാണ് പറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ റാം സെഡ് ടു മീ. അതുകൊണ്ടാണ് രാം ആസ്ക്ഡ് മീ, അല്ലെങ്കിൽ രാം ആസ്ക്ഡ് മീ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ആവശ്യം വരുന്നുണ്ട്. യു എന്നോടാ ചോദിച്ചേ. അപ്പൊ രാം ആസ്ക്ഡ് വിച്ച് കൺട്രി, ക്വസ്റ്റ്യൻ വേർഡ് വിച്ച് കൺട്രി ആണ്, രണ്ടോടെ ചേർത്ത് ഇടാം. രാം ആസ്ക്ഡ് വിച്ച് കൺട്രി. വിച്ച് കൺട്രി ഇതാ ശരി ഉത്തരം. രാം ആസ്ക്ഡ് വിച്ച് കൺട്രി. പിന്നെ ഡൂൺ ഡസും വന്നാൽ അത് ഇല്ലെന്ന് വിചാരിക്കണം. എന്നിട്ട് യുവിനെ എന്തോ ആക്കണം? ഐ. മീ ആയതുകൊണ്ട് ഐ ആക്കി. കമ്മിനെ കെയിം ആക്കണം. എല്ലാ പ്രസന്റുകളും പാസ്റ്റ് ആക്കണം. ഡൂൺ ഡസും ഇല്ലാതാക്കിയിട്ട് ആ വെർബിന്റെ പാസ്റ്റ് അങ്ങ് എഴുതിയാൽ മതി. ഐ കെയിം. ആൻസർ രാം ആസ്ക്ഡ് വിച്ച് കൺട്രി ഐ കെയിം ഫ്രം എന്നാണ് പറയുന്നത്. രാം ആസ്ക്ഡ് വിച്ച് കൺട്രി ഐ കെയിം ഫ്രം. മെയിൻ ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയതിനാൽ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ പാസ്റ്റ്. ഇതൊന്നും നോക്കണ്ട, ഈ എക്സ്പ്ലനേഷൻ ഇതിനേക്കാളും ഞാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ് ഡൂൺ ഡസും വന്നാൽ അത് ഇല്ലെന്ന് വിചാരിച്ച് റിപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, ഒന്ന് ചെയ്ത് കമന്റ് ചെയ്യും. ക്വസ്റ്റ്യൻ എഴുത്. ഹീ സെഡ് ടു മീ വെയർ ഡു യു ലീവ്. ഇതുപോലെ ചെയ്യും. ക്വസ്റ്റ്യൻ എഴുതാം ആദ്യം. ഹീ സെഡ് ടു മീ വെയർ ഡു യു ലിവ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാവരും ആൻസർ ചെയ്ത് കമന്റ് ചെയ്ത് പലരും ഗിഫ്റ്റ് തരാമെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ തരാം. ഞാൻ പലരുടെയും പേര് നോട്ട് വെച്ചിട്ടുണ്ട്, നമ്പരൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊന്ന് കമന്റ് ചെയ്യുക. ഹി ആസ്ക്ഡ് മീ വെയർ ഡു യു ലിവ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആസ്ക്ഡ് മീ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ വേർഡ് പുറത്തെടുത്തിട്ട് ഡു ഇല്ലെന്ന് വിചാരിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ആൻസർ ഇടണേ. ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടാവുള്ളൂ. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവസാനിക്കാൻ പോവാം. യെസ്റ്റർഡേ ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ. ഇപ്പൊ യൂറോപ്യൻ എന്ന് പറയുന്ന വാക്ക് ഇ ആണ് തുടങ്ങുന്നതെങ്കിലും സൗണ്ട് യു ആണ്. യൂറോപ്യൻ ഈ വാക്ക് EWE, മുട്ടനാട് എന്നുള്ള വാക്ക്, ഇത് ഉച്ചരിക്കുന്ന യു എന്നാണ്. അതുപോലെ തന്നെ യുനാനിമസ് എന്ന് പറയുന്ന വാക്ക്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ പല സ്പെല്ലിംഗ് ആണെങ്കിൽ ഇതിന്റെ എല്ലാം ഉച്ചാരണം ഈ തുടങ്ങുന്നത് യു എന്നായതുകൊണ്ട് എ ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. എ യൂറോപ്യൻ അറ്റ് ബീച്ച്. യൂറോപ്യൻ എന്ന വാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ വവൽ ആണെങ്കിൽ ഉച്ചാരണം യു എന്ന കൺസണന്റ് ആയതുകൊണ്ട് അങ്ങനെ വരുന്ന യൂറോപ്യൻ എ ആ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 20 ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം, നിങ്ങളുടെ കമന്റ് കണ്ടതിന് ശേഷം മാത്രം. കൂടുതൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാനത് 20 എന്നുള്ളത് 30ഓ 40ഓ ഒക്കെ ആക്കാം. എപ്പിസോഡ് 3 വേണമെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അത്രമാത്രം ശക്തമായിരിക്കണം. വാട്ട് ഈസ് ദ ആക്റ്റീവ് ഫോം ഓഫ് ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ്? തിരിച്ചാക്കിയാൽ മതി. ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ്. ഇപ്പൊ രാമ കിൽഡ് രാവണ എന്നുള്ളതിനെ പാസീവ് ആക്കുമ്പം കിൽഡ് രാവണ വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് എഴുതുന്നത്. അപ്പൊ രാവൺ വാസ് കിൽഡ് ബൈ രാമ. അപ്പൊ നമ്മൾ ഇതിനെ തിരിച്ചാക്കുമ്പം എന്തുവാ? രാമ കിൽഡ് രാവണ എന്ന് വരും. അപ്പൊ ഇത് നോക്ക്, ഇത് പാസീവ്. വാസ് കിൽഡ് വന്നാൽ അത് കിൽഡ് ആവും. ഈ രാമൻ ഇപ്പുറത്ത് വരും, രാവണൻ അപ്പുറത്ത് പോവുകയും ചെയ്യും. രാവണൻ അപ്പുറത്ത് പോയി രാമൻ ഇപ്പുറത്ത് വരും. അത്രേ ഉള്ളൂ. സബ്ജക്റ്റും ഒബ്ജക്റ്റും തിരിഞ്ഞു വരുമല്ലോ. അപ്പം വാസ് കിൽഡ് ആവും. രാമൻ ആദ്യം വരും, രാവണൻ അപ്പുറത്ത് പോകും. അപ്പൊ രാമ കിൽഡ് രാവണ. അതുപോലെ ഇതൊന്ന് പറഞ്ഞേ. ബൈ ദ പോലീസാ. അപ്പൊ ആദ്യം ഏത് വരും? ദ പോലീസ്. അവസാനം ഏത് വരും? ദ ക്രിമിനൽ. കണ്ടോ? തിരിച്ചാക്കുന്നുണ്ടോ? ദ പോലീസ് ആദ്യം വരും, ബൈ ദ പോലീസ് ആദ്യം വരും, ക്രിമിനൽ അവസാനം പോകും. ഇനിയുള്ളത് വാസ് അറസ്റ്റഡാ. അതെന്തോ ആക്കണം? അറസ്റ്റഡ്.
വാസ് കിൽഡ്, കിൽഡ് ആക്കിയില്ലയോ? വാസ് കിൽഡ്, കിൽഡ് ആക്കിയതുപോലെ ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ. പാസീവ് ആക്കുമ്പോൾ ദ ക്രിമിനൽ വാസ് അറസ്റ്റ്. ഇത്രയും കാര്യമുള്ളൂ. രാമ കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാമ. തിരിച്ചാക്കുമ്പോൾ രാമ കിൽഡ് രാവണ. ഇതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. 2-3 എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത്രയ്ക്ക് ഉള്ളെന്ന്. ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ, അത്രയും കാര്യമുള്ളൂ. ഓക്കെ, ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ. ഒരുപാടൊന്നും ആലോചിക്കണ്ട. വാസ് ഓർ വെയർ പ്ലസ് V3 വരുമ്പോൾ V2 വരുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് V3. 2 ചോദ്യം ഞാൻ നിങ്ങളുടെ തിരടയ്ക്ക് ചോദിച്ചു. ഒരു ചോദ്യം കൂടെ. ബ്ലാസ്ഫമി എന്ന് പറയുന്ന വാക്കിന്റെ ഇംഗ്ലീഷ്, ഞാൻ മലയാളം പറഞ്ഞു, മലയാളം കമന്റ് ചെയ്യണ്ട, അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ബ്ലാസ്ഫമി വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ, ബ്ലാസ്ഫമിയുടെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ കമന്റ് ചെയ്യണം. 3 ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ. 3 ചോദ്യം കമന്റ് ചെയ്തിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയണം. എപ്പിസോഡ് 2 ഇവിടെ അവസാനിക്കുന്നു. 20 ചോദ്യം വളരെ കുറഞ്ഞു എന്ന് എനിക്കറിയാം, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറയുമ്പോൾ മാത്രം ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ കൊണ്ടുവരും. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ആദ്യത്തെ ക്ലാസ് ഗംഭീരമായിട്ട് സ്വീകരിച്ചു. കമന്റുകളും അത്ര സൂപ്പറായിരുന്നു. ഈ ക്ലാസ്സും അതേപോലെ തന്നെ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 3ാമത്തെ എപ്പിസോഡ് 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ നിങ്ങളുടെ സഹ ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്നുണ്ട്. ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. ഞാൻ അവിടെ പോയിരുന്നു, അവരെ കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സുകൊണ്ടെങ്കിലും അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. കാക്കി അണിയാൻ ആഗ്രഹിച്ച ഉദ്യോഗാർത്ഥികളാണ്. അവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നമ്മൾ കലർത്തേണ്ട കാര്യമില്ല. എല്ലാവരും ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ അവരുടെ ന്യായമായ ആവശ്യം, അവർക്ക് ജോലി കിട്ടട്ടെ, അല്ലെങ്കിൽ അവർ കുറച്ചു പേരുടെയെങ്കിലും നിയമനം നടക്കട്ടെ. 60 ദിവസം കൂടി അവരുടെ മുമ്പിലുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിയാവുന്ന സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുക. മുന്നോട്ട് പോകുക. എല്ലാവരും ഒരേ വഴിയിൽ സഞ്ചരിക്കേണ്ടതാണെന്ന് ഓർക്കുക. അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാക്കി ഇട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് കാവൽ നിൽക്കാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മുട്ടിലഴയുകയും നിരാഹാരം നടത്തുകയും ശയനപ്രതിഷ്ഠ നടത്തി അനിശ്ചിതകാല സമരം, ഉപവാസ സമരം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് ഇത് എത്തട്ടെ. അവര് ഉടനെ തന്നെ പരിഹാരം കണ്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരും മനസ്സോട്ടെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനും അവരിൽ ഒരാളായിട്ട് അവരോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ട്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ്.